ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്റ്റ് മെന്റാലിറ്റി എന്ന സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ ഇങ്ങനെയാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. ഒരാമൻ പറഞ്ഞു. ഒരു ദൈവിക കമ്മീഷനോടെ, ഡിവൈൻ കമ്മീഷനോടെ ദൈവം കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുന്നതാണ്. പിതാവ് എന്നെ എങ്ങനെയാണോ എന്തിനാണോ അയച്ചത് അതുപോലെ തന്നെ, അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയാതെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഹല്ലേലൂയ. പിതാവ് പുത്രനെ അയക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ പുത്രനെ യേശു ക്രിസ്തു നമ്മളെ അയക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? യേശു ഭൂമിയിൽ ചെയ്ത് തീർത്ത ജോലികൾ, ചെയ്ത് തീർക്കാത്തതല്ല, ഇനി എന്തെങ്കിലും തീർക്കാനുണ്ടെന്നല്ല, ചെയ്ത് തീർത്ത ജോലികൾ അത് വീണ്ടും ഡിക്ലെയർ ചെയ്യുവാനായി, അത് വീണ്ടും പ്രഖ്യാപിക്കുവാനായി, അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ വേലയുടെ ഭാഗമാകുവാനായി. യേശു ഏത് അധികാരത്തോടെ ശുശ്രൂഷ ചെയ്തുവോ, ഏത് അധികാരത്തോടെ യേശു കർത്താവിന്റെ സുവിശേഷത്തെ പ്രഘോഷിച്ചുവോ, ഏത് അധികാരത്തോടെ ദൈവരാജ്യം പറഞ്ഞുവോ, ഏത് അധികാരത്തോടെ വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞുവോ, ഏത് അധികാരത്തോടെ അവൻ പഠിപ്പിച്ചുവോ, ഏത് അധികാരത്തോടെ അവൻ ജീവിച്ചുവോ, ഏത് അധികാരത്തോടെ അവൻ പ്രബോധനങ്ങൾ നൽകിയോ, ഏത് അധികാരത്തോടെ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സുഖമാക്കി, അതേ അധികാരത്തോടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 12 പേര് മാത്രമല്ല, പെന്തക്കോസ്താ നാളിൽ ഒരുമിച്ച് കൂടിയിരുന്ന 120 പേര് മാത്രമല്ല, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ സഹിതം നമ്മളെ എല്ലാവരെയും യേശു അയക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സുവിശേഷ വേലയ്ക്കായി, അന്ത്യകാല സുവിശേഷ വേലയ്ക്കായി, ഒരു അവസാന കാലഘട്ടത്തിലെ ഉണർവിന് വേണ്ടി, ഒരു കൊയ്ത്തിന് വേണ്ടി കർത്താവ് നമ്മൾ അയക്കുകയാണ്. ഒന്നുമില്ലാതെയല്ല അവൻ അയക്കുന്നത്. അവൻ നമ്മൾ അയക്കുമ്പോൾ അവൻ നമ്മുടെ കയ്യിലെ ഒരായുധം നൽകുന്നുണ്ട്. പ്രധാനമായി പല ആയുധങ്ങളുണ്ട്, ആത്മമണ്ഡലത്തിൽ പല ആയുധങ്ങളുണ്ട്. വരുന്ന നാളുകളിൽ നമ്മൾ സംസാരിക്കും. പ്രധാനമായി അവൻ നൽകിയ ആയുധം തന്റെ വചനം. ആ വചനത്തെ അവൻ നമ്മുടെ കയ്യിലേക്ക് തന്നുകൊണ്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: പോകുക, ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ നിങ്ങൾ അയക്കുകയാണ്. അധികാരത്തോടെ, പൈശാചിക ശക്തികളെ തകർക്കുവാനുള്ള അധികാരത്തോടെ കർത്താവ് നമ്മൾ അയക്കുകയാണ്. ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ യേശു ചുമ്മാതെയല്ല ശിഷ്യന്മാരെ അയച്ചത്, ചുമ്മാതെയല്ല നിങ്ങളെ എന്നെ അയക്കുന്നത്. അവൻ അയക്കുന്നത് തന്റെ അതേ അധികാരത്തോടെ, ആ പുത്രന്റെ അധികാരത്തോടെ. ഭൂമിയിൽ യേശു എങ്ങനെ ജീവിച്ചുവോ അതേ അധികാരത്തോടെ ഭൂമിയിൽ ഡോമിനേറ്റ് ചെയ്യുവാനായി കർത്താവായ യേശു നമ്മൾ അയക്കുകയാണ്. ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. നമ്മൾ വെറുതെ ഇവിടെ വന്നവരല്ല, നമുക്കൊരു അസൈൻമെന്റ് ഉണ്ട്, ഒരു വലിയ കർത്തവ്യം നമുക്കുണ്ട്. ആ കർത്തവ്യം പൂർത്തിയാക്കാനായിട്ടാണ് കർത്താവ് നമ്മൾ അയച്ചിരിക്കുന്നത്. ചുമ്മാതെയല്ല അയച്ചിരിക്കുന്നത്, അധികാരത്തോടെ, ദൈവിക അധികാരത്തോടെ, പുത്രന്റെ അധികാരത്തോടെ അവൻ നമ്മൾ അയച്ചിരിക്കുകയാണ്. ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ പ്രിയപ്പെട്ടവരെ, അധികാരം നമ്മൾ ഇന്നു മുതൽ വിനിയോഗിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചല്ല ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ സംസാരിച്ചത്. അതല്ലെങ്കിൽ സാധാരണ എല്ലാവരും സംസാരിക്കുന്നത് പോലെ ദയ, നന്മ, ആനന്ദം, വിശ്വസ്തത, അങ്ങനത്തെ ഒരു ഫലങ്ങളെ കുറിച്ചുമല്ല ഞാൻ സംസാരിച്ചത്. തീർച്ചയായും അത് വേണ്ട എന്നല്ല, അത് വേണം, അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി അതിനോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന, കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ദൈവിക അധികാരം. ഈ കാലഘട്ടത്തിൽ, ഈ അവസാന കാലഘട്ടത്തിൽ ദൈവിക അധികാരമില്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക്, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അത് മറ്റുള്ള വ്യക്തികളുടെ മേൽ ചവിട്ടി നിന്നുകൊണ്ട് അവരെ അടിയാളന്മാരാക്കുന്ന അധികാരമല്ല, പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് അതിന്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ദൈവിക അധികാരം. ആ അധികാരം നമ്മുടെ മേൽ വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ ഈ ദൈവിക അധികാരം നമ്മളിൽ വെളിപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു. പ്രിയ സ്വർഗീയ പിതാവേ, ഈ നിമിഷം അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നുവെന്ന് കർത്താവ് അവിടുന്ന് ശിഷ്യന്മാരുടെ ചെയ്തതുപോലെ. അപ്പൊ ഒരു ഡിവൈൻ കമ്മീഷൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലേക്ക് വ്യാപരിക്കട്ടെ. ആ ദൈവിക കമ്മീഷൻ ഇവരുടെ മേലെ ഈ നിമിഷം ആക്റ്റീവ് ആകട്ടെ. ആത്മവിശ്വാസത്തോടെ, ആത്മബലത്തോടെ, ദൈവശക്തിയിൽ, ദൈവിക അധികാരത്തിൽ അങ്ങയുടെ വേല ചെയ്യുവാനായി പ്രിയപ്പെട്ട ദൈവ മക്കൾക്ക് ശക്തി പുരട്ടെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇവരെ അലട്ടുന്ന എല്ലാ തിന്മകളും ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. സകല പൈശാചിക ശക്തികളും ഇവരുടെ മുമ്പിൽ കീഴടങ്ങട്ടെ. എല്ലാ തിന്മയുടെ കോട്ടകളും ഇവരുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴട്ടെ. മലകൾ നിരപ്പാകട്ടെ.
ദുർഘടങ്ങൾ മാറിപ്പോകട്ടെ. തരിശു നിലങ്ങൾ ഫലഭൂഷ്ടമായി ഇവരുടെ മുമ്പിൽ മാറ്റപ്പെടട്ടെ. പിതാവ്, ഇവർ പോകുന്നിടത്തെല്ലാം സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇവരുടെ മുൻപിൽ പോകട്ടെ. പിന്നാലെ കർത്താവിന്റെ സംരക്ഷണം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു നാളും ഒരു ദുഷ്ടനും ഇവരെ അടുക്കാതെ വണ്ണം ദൈവ മഹത്വം ഇവരെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിരന്തരം ദുസ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനത്തിൽ കർത്താവിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഈ ദിവസം മുതൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസം മുതൽ വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവിനോട് അങ്ങനെ പറയാൻ പറഞ്ഞു. അതുപോലെ കൈയുടെ മുട്ടിന്റെ ഭാഗത്ത് ബുദ്ധിമുട്ട് വന്നിട്ട് കൈമുട്ടിന് കീഴ്പോട്ട് നല്ല കഴപ്പും വേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ചർമ്മരോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. അബോർഷന് വേണ്ടി ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. നീ ഇത് ചെയ്യരുതെന്ന് കർത്താവ് പറയും. ദൈവം നിന്റെ കുഞ്ഞിനെ വിടുവിക്കും. പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് കർത്താവ് കുടുംബങ്ങളെ മോചിപ്പിക്കുന്നു. ആത്മഹത്യയുടെ മുൻപിൽ നിന്ന് കുടുംബത്തെ കർത്താവ് തിരികെ കൊണ്ടുവരും. മാനസിക സംഘർഷങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ കർത്താവ് വിടുവിക്കും. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.